എർത്ത് മീഡിയയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഏതാണ്? ഏഞ്ചൽ, നയാഗ്ര, വിക്ടോറിയ എന്നെല്ലാം കണ്ണടച്ചുത്തരം പറയുന്ന കാലം കഴിഞ്ഞു. മാത്രമല്ല, ഈ ചോദ്യത്തിനുത്തരമാകട്ടെ കരയിലല്ല താനും. ഗ്രീൻലാൻഡിനെയും ഐസ്ലാൻഡിനെയും വേർതിരിക്കുന്ന ഡെൻമാർക്ക് കടലിടുക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഡെൻമാർക്ക് സ്ട്രെയ്റ്റ് കറ്ററാക്ട് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വെള്ളച്ചാട്ടങ്ങളെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ വെല്ലുവിളിക്കുകയും ആഗോള സമുദ്രജല ചംക്രമണത്തെ സ്വാധീനിക്കുകയും ആവാസ വ്യവസ്ഥയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് ഡെൻമാർക്ക് സ്ട്രെയ്റ്റ് കറ്ററാക്ട്. കരയിലെ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടമായ ഏഞ്ചൽ വെള്ളച്ചാട്ടത്തിന്റെ മൂന്നിരട്ടി ഉയരമാണ് ഡെൻമാർക്ക് സ്ട്രെയ്റ്റ് കറ്ററാക്റ്റിനുള്ളത്. അതായത് 11,500 അടി മുകളിൽ നിന്നാണ് ജലം താഴേക്ക് പതിക്കുന്നത്. 300 മൈൽ വീതിയും ഇതിനുണ്ട്. നോർഡിക് സമുദ്രത്തിൽ നിന്നുള്ള തണുത്തതും കനം കൂടിയതുമായ ജലം അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ചൂട് കൂടിയ അതേസമയം കനം കുറഞ്ഞതുമായ ജലത്തോട് ചേരുമ്പോഴാണ് വെള്ളച്ചാട്ടം രൂപീകരിക്കപ്പെട്ടത്. താപനിലയിലും ലവണാംശത്തിലുമുള്ള വ്യത്യാസം തണുത്ത വെള്ളം സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ ഒഴുകാനിടയാക്കുന്നു. ഇത് വലിയ അളവിലുള്ള ജലത്തെ ആഴങ്ങളിലേക്ക് തള്ളിവിടുന്ന വലിയ ജലപ്രവാഹം സൃഷ്ടിക്കുന്നു. ഏകദേശം 17,500 മുതൽ 11,500 വർഷങ്ങൾക്ക് മുൻപുള്ള അവസാന ഹിമയുഗത്തിലാണ് ഇത് രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. കൂറ്റൻ ഹിമാനികൾ ഇതിനായുള്ള ഭൂപ്രകൃതി സൃഷ്ടിക്കുകയും ചെയ്തു. സമുദ്രത്തിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഈ വെള്ളച്ചാട്ടം സമുദ്രജല ചംക്രമണത്തെ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള സമുദ്രജല ചംക്രമണത്തിന്റെ ഭാഗമായ തെർമോഹലേൻ ജലചംക്രമണത്തെ ഇത് വലിയ തോതിൽ സ്വാധീനിക്കുന്നു. സമുദ്രത്തിന്റെ കൺവെയർ ബെൽറ്റ് എന്നാണ് തെർമോഹലേൻ അറിയപ്പെടുന്നത്. ജലപ്രവാഹങ്ങളുടെ ഈ ആഗോള ശൃംഖല താപം, പോഷകങ്ങൾ, ഊർജം എന്നിവ ദൂരങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നു. കൂടാതെ കാലാവസ്ഥ, സമുദ്രനിരപ്പ്, സമുദ്ര ആവാസ വ്യവസ്ഥ എന്നിവയെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയുടെ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും ഡെൻമാർക്ക് സ്ട്രെയ്റ്റ് കറ്ററാക്റ്റിന്റെ ജലം സഹായിക്കുന്നു. ലോകമെമ്പാടുമുള്ള പരിസ്ഥിതി വ്യവസ്ഥകളെയും കാലാവസ്ഥാ സ്ഥിരതയെയും നേരിട്ട് സ്വാധീനിക്കുകയും ചെയ്യുന്നു. കാലമത്രയും കടലിനടിയിൽ മറഞ്ഞിരിക്കുകയായിരുന്ന ഈ വെള്ളച്ചാട്ടം എന്നത് അമ്പരപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ എന്തുകൊണ്ട് ഇത് തിരിച്ചറിയാൻ സമയമെടുത്തു? ഡെൻമാർക്ക് കടലിടുക്കിൽ വെള്ളത്തിനടിയിലുള്ള ഒരാൾക്ക് പോലും ഈ പ്രതിഭാസം ശ്രദ്ധിക്കാനോ തിരിച്ചറിയാനോ കഴിയില്ലെന്നാണ് മറൈൻ ജിയോ സിസ്റ്റം വിദഗ്ധനായ മൈക്ക് ക്ലെയർ വിശദീകരിക്കുന്നത്. കാരണം വെള്ളം അത്രത്തോളം നിശബ്ദമായും കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിക്കാതെയുമാണ് നീങ്ങുന്നത്. ഇത് പഠനം ബുദ്ധിമുട്ടാക്കുന്നു. കൂടുതൽ വിപുലമായ ശാസ്ത്രീയ ഉപകരണങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം പറയുന്നു.